എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും കാണുന്നത് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ റെസൊനേറ്റ് ആവില്ല കേട്ടോ. നിങ്ങളുടേതായ മെസ്സേജസ് ഉണ്ടെങ്കിൽ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ അറിയാം എന്താണ് അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരും കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് ഇതെന്റെ വാട്സാപ്പ് നമ്പറാണ്. അപ്പൊ ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ. അപ്പൊ ഫീസ് അടച്ചാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും അത് മൂന്നും തരണം കേട്ടോ. അപ്പൊ നമ്മള് അത് നോക്കി പറഞ്ഞു തരുന്നതാണ്. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ കേട്ടോ. പരിഹാരം പറഞ്ഞു തരൂ കേട്ടോ അതിന്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ താങ്ക്സ്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത്രയും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനം നൽകുന്നുണ്ട്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ വീഡിയോയിൽ പോവാണ്. അപ്പൊ യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് ഈ ആഴ്ച വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് യൂണിവേഴ്സ് ഈ ആഴ്ച വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? ഓക്കെ, അപ്പൊ ഇത് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള റീഡിംഗ് നിങ്ങളുടെ പേരും നക്ഷത്രമൊക്കെ പറഞ്ഞ് അത് നോക്കുമ്പോൾ നിങ്ങളുടേതായിട്ട് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ എനർജി വരിക. അപ്പൊ ഇതില് നിങ്ങളുടെ എനർജി ഉണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ട് കാണാനായിട്ട്, നിങ്ങളുടേതായിട്ട് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത് കാണണം കേട്ടോ. അപ്പൊ നിങ്ങളുടേതായിട്ട് പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി മാത്രമായിട്ട് വരും കേട്ടോ. അപ്പൊ ഇത് നിങ്ങളുടേതായിട്ട് ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് 2 ഓഫ് വാണ്ട് ആണ്. 2 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ വരുന്നു എന്ന് പറയണത്. ധൈര്യം ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ വരുന്ന പറയണത്. നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാവാൻ പോണെന്നാ പറയണത്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവാൻ പോണെന്ന് പറയണു കേട്ടോ. അത്യാവശ്യം പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ വരും. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും. പുതിയൊരു വഴിയാണ് നിങ്ങൾക്ക് തുറന്നു വരുന്നത് നിങ്ങൾക്ക് കേട്ടോ. പുതിയൊരു പാത. ചിലർക്ക് വിദേശത്തൊക്കെ പോവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാവും കേട്ടോ. ഈ ആഴ്ചയില് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണ് യൂണിവേഴ്സിന്റെ. അപ്പൊ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊരു സാധ്യതയാണ്. നിങ്ങൾക്കെല്ലാം നല്ലതാണ് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക്, വളരെ കുറച്ച് പേർക്ക്, ഇത്രയും ഒരുപാട് പേര് കാണുന്നതല്ലേ, അപ്പൊ കുറച്ചു പേർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ട്. എന്ന് വെച്ചാല് ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് നഷ്ടപ്പെടാനോ
എന്തെങ്കിലും നിങ്ങൾക്കൊരു ചെറിയൊരു ശത്രുത ഉണ്ടല്ലോ, ആരോ നിങ്ങളെ ഉപദ്രവിക്കുന്നത്, നിങ്ങൾ അറിയുന്ന ഒരു ആൾക്കാരായിരിക്കും നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണ്ടാവുക കേട്ടോ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും, നിങ്ങൾ ഉപദ്രവിക്കുന്നവർ തന്നെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചോണ്ടാ നിങ്ങളടുത്ത് ആരും നിങ്ങൾക്ക് ഇട്ട് നല്ല പണിയുന്നുണ്ട്, ചെറിയായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയുന്ന പാർട്ടി തന്നെയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണം പോവുക, അപമാനിക്കപ്പെടാനൊരു സാധ്യത, അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, ജോലിയിലൊക്കെ ഒരു പോരാട്ടം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദം അനുഭവിക്കുക, പിരിമുറുക്കം, ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവുക, എന്തെങ്കിലും ചെറിയൊരു ശത്രുതയുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഉപദ്രവിക്കുന്ന അവരെ നിങ്ങൾക്കറിയാം കേട്ടോ. ഇപ്പൊ നിങ്ങള് ഇപ്പൊ റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ അതിലൊരു ചീറ്റിങ് വരാൻ സാധ്യതയുണ്ട്, കുറച്ച് പേർക്കുള്ള കേട്ടോ. അങ്ങനെ ഒരു ചീറ്റിങ് വരാൻ സാധ്യതയുണ്ട് കുറച്ച് പേർക്ക്. അത് തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ്. തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങളുടെ വ്യക്തിക്ക് മറ്റ് പല ആൾക്കാരായിട്ട് ഒരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞത് വളരെ വളരെ കുറച്ച് പേർക്കാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ, എല്ലാവരുടെയും അല്ല. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കുറച്ച് പേർക്കുണ്ട്. പിന്നെ ചാരിറ്റി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താ, നിങ്ങള് നല്ല പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഫസ്റ്റ് കാർഡ് നല്ലത് തന്നെയാണ് വന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ് തന്നെ. ഇത് എന്താ, നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ആംബിഷനും കോൺഫിഡൻസും വിൽ പവറും സ്ട്രെങ്ത്തിനൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന പറയണത്. നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ആ പ്രത്യേക ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ആ ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോവാ, നിങ്ങളുടെ ധൈര്യം ഇതെല്ലാം വിൽ പവർ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവാ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത് വെച്ചാ പിന്നെ പെന്റിക്കിൾസ് ഈ കാർഡിന്റെ നല്ല പെന്റിക്കിൾസാണ്. ഓക്കെ, നിങ്ങളെ നല്ല വിശ്വസിക്കാവുന്നൊക്കെ നല്ല ബുദ്ധിയൊക്കെ ഉള്ള നല്ല എളിമയൊക്കെ ഉള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാവണം. നിങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയണ്ടല്ലോ, എന്നാലും ബാക്കിൽ നിന്നൊന്നൊരു സപ്പോർട്ട് ഉണ്ടായാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ വിവാഹം നോക്കി അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ, വിവാഹത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് മാരേജിന് സമയമായെന്നാണ് പറയുന്നത്. പ്രൊപ്പോസ് ചെയ്യുന്നതിനൊക്കെ, മാരേജ് പ്രൊപ്പോസ് ചെയ്യുന്നതിനൊക്കെ സൂചിപ്പിക്കും. റൊമാൻസ്, ഡീപ്പ് റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തിനൊക്കെ സമയമായി. ഇപ്പൊ അവര് വന്ന് നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യേ ആശയങ്ങളും അവസരങ്ങളൊക്കെ ഓഫറുകളൊക്കെ കൊണ്ടുവരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു പറഞ്ഞത്. കലാപരമായ കഴിവുകളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ല ബുദ്ധിയൊക്കെ ഉള്ളവരാണ് നിങ്ങൾ, ഉയർന്ന ചിന്താഗതിയൊക്കെ ഉള്ള അവരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ചു പേർക്ക് ഇങ്ങനെ ആര് പറഞ്ഞാലും കേൾക്കാതെ ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ തനിയെ ഇങ്ങനെ പോണു, സ്വന്തം ഇഷ്ടത്തിന് തന്നിഷ്ടം പോലെ നടക്കാണ് കുറച്ചു പേരൊക്കെ. സെൽഫായിട്ട് ഡിസിപ്ലിൻ ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് കുറച്ചു പേര് കേട്ടോ, വളരെ കുറച്ചു പേരാണ് അത്. മറ്റുള്ളവർക്കൊക്കെ വളരെ നല്ലതുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ ആരെയും അനുസരിക്കില്ല എന്ന് അങ്ങനെ കുറച്ച് പേരുണ്ട്, എല്ലാവരും ഒന്നല്ല പറയുന്നത്. ആരും പറഞ്ഞാൽ കേൾക്കാത്ത വ്യക്തികളായിട്ട് കുറച്ചു പേരുണ്ട്. തോന്നിയതുപോലെ നടക്കാം. പുറമെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരുന്നുണ്ടെന്നാ പറയണത്, പുതിയൊരു തുടക്കം വരുന്നുണ്ടെന്നാ പറയണത് കേട്ടോ. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കേട്ടോ. നിങ്ങൾക്ക് പുറമേ നിന്നൊക്കെ ഗൈഡൻസ് കിട്ടും, നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കേട്ടോ.
പിന്നെ നിങ്ങൾ പുതിയൊരു ബന്ധത്തിനൊക്കെ ഒരു സാധ്യത പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന്റെ വിജയമാണ് പറയണത്. നിങ്ങൾക്ക് സ്നേഹം, സന്തോഷം, ആരോഗ്യം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണെന്നാ പറയണത്. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പോണു. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഉള്ള പഴയ ഇതാണെങ്കിൽ തന്നെ ഒരു പഴയ പ്രണയം ഉണ്ടെങ്കിൽ തന്നെ അത് തന്നെ നല്ല രീതിയിൽ വീണ്ടും വരാൻ പോണെന്നാണ് പറഞ്ഞത്. നല്ലൊരു തുടക്കം ഉണ്ടാവാൻ പോണെന്ന് പറയണത് കേട്ടോ. പുതിയൊരു യാത്രയ്ക്ക് തുടക്കം എന്നാ പറയണത്. ഒരു പ്രണയത്തിന്റെ കഥാണിത്. നല്ലൊരു ബന്ധം വരണമെന്നാ പറയണത്. നല്ല ദൃഢമായ സ്നേഹബന്ധം നിങ്ങളിലേക്ക് വരണമെന്നാ പറയണത്. പവിത്രമായ സ്നേഹം ഇതൊക്കെ നിങ്ങളിലേക്ക് വരണമെന്നാ പറയണത്. ബിസിനസ്സിലായാലും നിങ്ങൾക്ക് നല്ല പുരോഗതി ഉണ്ടാവുന്ന പറയണത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന പറയണം. അപ്പൊ വളരെ മോശമായിട്ടുള്ളത് വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ കേട്ടോ. വളരെ ചെറിയൊരു പെർസെന്റേജിനേ ഉള്ളൂ. കൂടുതൽ പേർക്കും നല്ല തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ സ്നേഹം, നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ സ്നേഹം ഇഷ്ടംപോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ സ്നേഹം കവിഞ്ഞൊഴുകണം. അത്രയും നന്നായിട്ട് സ്നേഹിക്കുമെന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങളെ പ്രകൃതിനെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തികളാണെന്നാണ് പറയണത്. നിങ്ങൾക്ക് സന്തോഷവും വിജയവും ഒക്കെ നിങ്ങളിലേക്ക് വരും എന്നാ പറയണത്. നിങ്ങൾക്ക് എത്ര ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒതുക്കിയിട്ട് നിങ്ങൾ പുറമേക്ക് നിങ്ങൾക്ക് ശാന്തത പ്രകടിപ്പിച്ച് നടക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നിങ്ങൾക്ക് പുറമേക്ക് നന്നായിട്ട് നടക്കാൻ സാധിക്കും. നല്ല ദയയുള്ള, നല്ല അലിവുള്ള, നല്ല സ്നേഹമുള്ള, നല്ല മനസ്സുള്ള ഒരു പങ്കാളിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ എന്ത് പറഞ്ഞാലൊക്കെ കേൾക്കുന്ന ഒരു പങ്കാളി നിങ്ങൾക്ക് ഉണ്ടാവുന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയൊരു തുടക്കമാണ് പറയണത്. എല്ലാത്തിലും നിങ്ങൾക്ക് ഇപ്പൊ ജോബിലായാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിലും പുതിയൊരു തുടക്കം ഉണ്ടാവാൻ പോണെന്നാ പറയണത്. നിങ്ങൾക്ക് ഈ ആഴ്ച നല്ലതാണ് വരുന്നത്. വളരെ ചെറിയൊരു പെർസെന്റേജ് ആൾക്കാർക്ക് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞു, ബാക്കിയൊക്കെ നല്ലതാണ് പറയണത്. പുതിയ ഐഡിയാസ് കണ്ടെത്തുക, പുതിയ അവസരങ്ങൾ വരാം. എല്ലാ വശങ്ങളിലും നിങ്ങൾക്ക് വിജയമാണ് വരാൻ പോകുന്നത്. ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക്, കഠിനാധ്വാനം കൊണ്ടൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഇനി വിജയം ഉണ്ടാവും എന്നാണ് കേട്ടോ പറയണത്. പിന്നെ നിങ്ങള് ഇപ്പൊ ഒരു ആണ്. നിങ്ങള് ശരിയും തെറ്റൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ല ഹൃദയത്തിനൊരു ഉടമയാണെന്നാണ് പറയുന്നത്. നല്ല മനസ്സുള്ളവരാണ് നിങ്ങള്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത്തിരി അധികാരഭാവമൊക്കെ ഉണ്ടാവുന്ന പറയണത്. നിങ്ങള് നല്ല ഡിവൈൻ പവറുള്ള വ്യക്തികളാണ് കേട്ടോ. നിങ്ങള് നല്ല മനസ്സുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. വളരെയധികം ഹൃദയാലുവാണെന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമോഷൻ ആവുന്ന പറഞ്ഞത്. ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് മറ്റുള്ളവർ പറഞ്ഞു കേട്ടൊന്ന് തീരുമാനം എടുക്കും. നിങ്ങളുടെ ഹൃദയം എന്താണ് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് പറയുന്ന അനുസരിച്ച് നിങ്ങളെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങളൊരു ടീച്ചറോ അല്ലെങ്കിൽ മിലിറ്ററിയോ പോലീസോ അങ്ങനെ എന്തെങ്കിലും ജോബിലോ അല്ലെങ്കിൽ പ്രീസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഹീൽ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. മറ്റുള്ളവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ നേർവഴിക്ക് നയിക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. നല്ല പവറുള്ള വ്യക്തികളാണ് നിങ്ങൾ. നന്നായിട്ട് ഈശ്വരാധീനുണ്ട് കേട്ടോ. ചിലർക്ക് ഇത് 2 മതത്തിൽ പെട്ടുള്ള മാരേജ് ഒക്കെ പറയാം കുറച്ചു പേർക്ക്. പിന്നെ നിങ്ങളൊരു അധികാരമുള്ള ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. ഔദ്യോഗിക പദവിക്കുള്ള ഒരാൾക്കാർ സർക്കാരായിട്ടോ നിയമമൊക്കെ ആയിട്ട് സൈന്യമായിട്ടോ ബന്ധപ്പെട്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. വളരെ ജാഗ്രതയുള്ള ഒരു വ്യക്തികളാണെന്നാണ് പറഞ്ഞത്. വളരെയധികം ചിന്തിച്ചതിന് ശേഷമൊക്കെ എല്ലാ കാര്യവും പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. നേതൃത്വവും തന്ത്രവും വൈദഗ്ധ്യമൊക്കെ എല്ലാ കാര്യങ്ങളും നവീകരിക്കാനുള്ള, എല്ലാ മാറ്റങ്ങളൊക്കെ നവീകരിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാ പറഞ്ഞ. മറ്റുള്ളവരെന്ത് വിചാരിക്കണമെന്നൊന്നും നോക്കൂല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങള്. പിന്നെന്താണ് പറഞ്ഞ കൊണ്ട് എന്റെ നെറ്റ് ഓഫ് ഫ്രണ്ട്സ് എത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എൻ്റെ റീഡിങ് കണ്ട് എല്ലാവരും എൻ്റെ റീഡിങ് കണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ആണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.